എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അപ്പുറത്തെ വീട്ടിലെ അമ്മച്ചി ഒരു മുറി ചക്ക തന്നേ. നമുക്ക് ഈ വർഷം കിട്ടുന്ന ആദ്യത്തെ ചക്കയാണ് ഇത്. ഇവിടെ ഇപ്പോൾ ഒരു പ്ലാവേ ഉള്ളൂ. അതേൽ ഇപ്രാവശ്യം ചക്കയൊന്നും ആയിട്ടില്ല ഇതുവരെ. ചക്ക നമുക്ക് കിട്ടിയത് സന്ധ്യയ്ക്ക് ഒരു 6:30 ആയപ്പോഴാണ് കേട്ടോ. പിന്നെ അത് പിറ്റേ ദിവസത്തേക്കിന് വെക്കാനൊന്നും നോക്കിയില്ല. അന്നേരം തന്നെ അതെല്ലാം അങ്ങ് അടത്തി പെറുക്കിയെടുത്ത്. അപ്പോൾ പിള്ളേർ വന്ന് പറഞ്ഞ് കുറച്ച് ചക്ക വറക്കണമെന്ന്. അതുകൊണ്ട് കുറച്ച് പുഴുങ്ങാനും അരിഞ്ഞ് കുറച്ച് വറക്കാനും അരിഞ്ഞ്. അപ്പോൾ അതേ ചക്കപ്പുഴുക്കുണ്ടാക്കാനുള്ള ചക്കയെല്ലാം അരിഞ്ഞ് ഞാൻ കുക്കറിനകത്താണ് ഇപ്രാവശ്യം പുഴുങ്ങുന്നത്. സാധാരണ ഞാൻ ചെരുവത്തിനകത്ത് വെച്ച് പതുക്കെയാണ് വേവിച്ചെടുക്കുന്നത്. ഇന്നിപ്പം സമയം പോയതുകൊണ്ട് കുക്കറിനകത്ത് അങ്ങ് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അതേ ചക്കപ്പുഴുക്കിനുള്ള അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരകിയത്, മഞ്ഞൾപ്പൊടി, മുളക്, വെളുത്തുള്ളി, ചുമന്നുള്ളി, കറിവേപ്പില, കുറച്ച് നല്ല ജീരകം, ഇത്ര എടുക്കുന്നുണ്ട്. നേരെ വിരുട്ടിയത് കൊണ്ട് കാന്താരിമുളക് എടുക്കാൻ പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് പച്ചമുളക് അരയ്ക്കുന്നത്. അല്ലേ സാധാരണ ഞാൻ കാന്താരിമുളകാണ് അരയ്ക്കാറുള്ളത്. അപ്പോൾ അതേ അരപ്പെല്ലാം അരച്ചുകൊണ്ട് വന്ന് കുറച്ച് വെള്ളവും കൂടെ കൂട്ടിയാണ് അരയ്ക്കുന്നത്. ഇപ്പോൾ വേനലായതുകൊണ്ട് ചക്കയ്ക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലേ ഇത് ശരിക്കും അങ്ങോട്ട് വേഗത്തില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കണേ. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് ഒറ്റ വിസിലടിപ്പിക്കാം. അപ്പോൾ അതേ അപ്പുറത്തെ അടുപ്പേ ഞാൻ ചക്ക വറക്കാനുള്ള എണ്ണയെല്ലാം വെച്ച് ചൂടായോ നോക്കുവാണേ. കുറച്ചുകൂടെ ചൂടാകാനുണ്ടായിരുന്നു. അത് എണ്ണയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ ചക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും അങ്ങോട്ട് മൂത്തിട്ടില്ലാത്ത ചക്കയായിരുന്നു കേട്ടോ ഇത്. കുക്കർ ഒറ്റ വിസിൽ വന്നിട്ട് ഞാൻ നിർത്തി വെച്ചിരിക്കുന്നതാണ്. ഇനി അതിൻ്റെ ആവിയെല്ലാം പോയി കഴിയുമ്പോൾ തുറന്ന് നോക്കാം. ചക്ക ഉപ്പേരിക്ക് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ കുക്കറിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ചക്കയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നല്ല കറക്റ്റായിരുന്നു കേട്ടോ. നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇവിടുത്തെ അച്ഛൻ സാധാരണ വൈകിട്ട് ഒരു 7:30 ആകുമ്പോൾ ഫുഡ് കഴിക്കാറുള്ളതാണ്. ഇന്നിപ്പോൾ 8 മണിയായി. അപ്പം ഞാൻ ഈ ചക്ക വേവിച്ചതും കുറച്ച് മത്തിക്കറി ഇരിപ്പുണ്ടായിരുന്നു, അതുകൂടെ കൂട്ടി അച്ഛന് കൊടുക്കട്ടെ. അപ്പോൾ അതേ നമ്മുടെ ചക്ക വറുത്തതും ആയിട്ടുണ്ട് ആദ്യത്തെ ട്രിപ്പ്. സാധാരണ ഞാൻ ചക്ക വറക്കുമ്പോൾ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഉപ്പുനീരൊഴിച്ച് കൊടുക്കാറാണ് പതിവ്. ഇന്നിപ്പോൾ കുറച്ചേ ഉള്ളതുകൊണ്ട് വറുത്തെടുത്തിട്ട് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കുടഞ്ഞെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിള്ളേർക്കും ചക്കപ്പുഴുക്കും ചോറും മീൻകറിയൊക്കെ കൂട്ടി കൊടുത്ത് അവർക്കും ചക്കപ്പുഴുക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്കുമായിട്ടുണ്ട്, ചക്ക വറുത്തതുമായിട്ടുണ്ട്. ചക്ക വറുത്തത് ഇത്രയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇത് വറുത്ത് വെക്കുന്നതിനനുസരിച്ച് ഇവിടെ രണ്ടുപേരും മത്സരമായിരുന്നു കഴിക്കാൻ. എനിക്ക് ചക്ക വേവിച്ചത് മാങ്ങ അച്ചാർ കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടമേ. അപ്പം ഞാൻ ഇച്ചിരി ചക്ക വേവിച്ചതും മാങ്ങ അച്ചാറും കൂട്ടി കഴിക്കാൻ എടുത്തിട്ടുണ്ട്. എല്ലാവരും കഴിപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ പരിപാടിയെല്ലാം തീർത്ത് കഴിഞ്ഞ് കഴിക്കാനിരിക്കുന്നതേ ഉള്ളൂ. നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഞാനീ പറയുന്നത് ഇപ്രാവശ്യം നമുക്കിവിടെ ചക്കയൊന്നും ഇല്ലെന്നാണ്. ഇവിടുത്തെ പ്ലാവേൽ ഇപ്രാവശ്യം ചക്കയൊന്നും ആയിട്ടില്ല, എന്നാന്നറിയത്തില്ല.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.